ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എത്ര പേരാണ് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് അവസാനമായിട്ട് താങ്ക് യു പറഞ്ഞത്? ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ച് തന്നിട്ട് താങ്ക് യു പറയുന്ന രീതിയിലല്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ബൈക്ക് നിങ്ങളുടെ പാരൻസ് മേടിച്ച് തന്നാൽ നിങ്ങൾ താങ്ക് യു പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാറ് മേടിച്ച് തന്നാൽ താങ്ക് യു പറയും. അങ്ങനത്തെ താങ്ക് യു അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്നാണ് അവസാനമായിട്ട് നിങ്ങളുടെ പാരൻസിൻ്റെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്ന ഈ ഒരു ലൈഫിനും നിങ്ങൾക്ക് ഇത്ര നാളെ ഈ ഒരു പ്രൊട്ടക്ഷനും താങ്ക് യു പറഞ്ഞിട്ടുണ്ട്? സോ ഇറ്റ്സ് മീ അലൻ, ലെറ്റ്സ് ഹാവ് സം റിയൽ ടോക്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആക്ച്വലി ഗ്രേറ്റ്ഫുള്ളാണ്. നമ്മുടെ സറൗണ്ടിങ്സ് തന്നെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് കിടന്നുറങ്ങാൻ ഒരു വീടുണ്ട്, അത് വലിയൊരു ബ്ലെസ്സിങ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച ശക്തിയുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു കേൾവി ശക്തിയുണ്ട്. ഇതൊക്കെ ഒരു ബ്ലെസ്സിങ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിടന്നുറങ്ങാനായിട്ടും മഴയും വെയിലും ഒന്നും അടിക്കാണ്ട് കിടക്കാനായിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു വീടുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു പാരൻസ് ഉണ്ട്, നിങ്ങളുടെ സറൗണ്ടിങ്സ് ഫുള്ള് നിങ്ങളെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു വലിയ ബ്ലെസ്സിങ്സ് ആണ് സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അതും ഒരു വലിയ ബ്ലെസ്സിങ്സ് ആണ്. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ആ ഒരു താങ്ക് യുവിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം നോക്കാം. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ട്രൈപോഡ് ഉണ്ട്, 2 ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം എനിക്ക് ക്വാളിറ്റി ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും, നല്ലൊരു ഫോണും ഉണ്ട്. അതേസമയം ഞാനിപ്പോൾ ഇതിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ ഇത് ഞാൻ താങ്ക്ഫുള്ളാണ്, ഇത്തരം റിസോഴ്സസിന് ഞാൻ താങ്ക്ഫുള്ളാണ്. അതേസമയം വേറൊരാൾ വിചാരിക്കണതാണ് ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്കൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഇല്ലല്ല, അല്ലെങ്കിൽ എനിക്കൊരു കണ്ടൻസർ മൈക്ക് ഇല്ലല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിക്കൂലേ, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും വറീഡായിട്ട് നിൽക്കൂലേ. അങ്ങനെ നിൽക്കാണ്ട് നമ്മളുള്ള റിസോഴ്സസിൻ്റെ വില അറിഞ്ഞിട്ട്, ഇപ്പോൾ ഈ ഒരു ട്രൈപോഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ് ബോക്സിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ വില അറിഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഞാൻ താങ്ക്ഫുള്ളായി ആ ഒരു ലെവലിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഓർ ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നാണ്. പക്ഷെ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് ബിസിനസ് തുടങ്ങണം പക്ഷേ എൻ്റെ ഒട്ടും ക്യാപിറ്റൽ ഇല്ലല്ല, അതുപോലെ തന്നെ എനിക്ക് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങണം പക്ഷേ എൻ്റെ ഒരു നല്ല ക്യാമറ ഇല്ലല്ല, അങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ പറയൂലേ. അതായത് നമ്മുടെ ഇല്ലാത്ത സാധനങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും വറീഡ് ആയിക്കൊണ്ടിരിക്കും, ഉള്ളതിൻ്റെ വില നമ്മൾ ഒട്ടും അറിയൂല. അതേസമയം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റിയത് എല്ലാ കാര്യങ്ങളും നമ്മുടെ സറൗണ്ടിങ്സ് ഉണ്ട്. നമ്മുടെ കയ്യിൽ നല്ലൊരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, ഈവൻ അതിൽ തന്നെ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. നമുക്ക് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് സമയമുണ്ട്, നമുക്ക് നമ്മുടെ ഡ്രീംസിലേക്ക് എത്താൻ, നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫുഡ് ഡെയിലി കിട്ടുന്നുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞ ബ്ലെസ്സിങ്സ് ആണ്. ഇതിനെക്കുറിച്ചൊന്നും അറിയാണ്ടാണ് ആൾക്കാർ ഒട്ടും ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷേ അതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ വെറീഡ് ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വെറീഡ് ആയിട്ട് സമയം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും. ആക്ച്വലി ഗ്രേറ്റ്ഫുൾ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള റിസോഴ്സസ് അതറിയുക, അതിന് താങ്ക്ഫുൾ ആകുക, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യുക. ഇനി എന്തുകൊണ്ടാണ് ഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പവർഫുൾ ആണെന്ന് പറയുന്ന കാര്യം നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഒരാളുടെ അടുത്ത് താങ്ക് യു പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമൈനും അതുപോലെ തന്നെ സെറോട്ടോണിൻ എന്ന് പറയുന്ന കെമിക്കൽസ് ഉണ്ട്, അത് ആക്ടിവേറ്റ് ആവും. അത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് നിൽക്കാനും കാമായിട്ട് നിൽക്കാനും മോട്ടിവേറ്റഡ് ആയി നിൽക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതലും പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ റീറൈറ്റ് ചെയ്തിട്ട് നമ്മുടെ സറൗണ്ടിങ്സ് ഉള്ള ബ്ലെസ്സിങ്സും നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കാണാനായിട്ട് തുടങ്ങും. റാദർ ദാൻ നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നേക്കാൾ നമ്മൾ കൂടുതലും നമുക്കുള്ള ബ്ലെസ്സിങ്സും നമുക്കുള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ച് നമ്മൾ കാണാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ റിസർച്ച് പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും കുറക്കാനും മെൻ്റലി കുറച്ചും കൂടി സ്ട്രോങ് ആകാനും നല്ലൊരു ഡീപ്പ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ താങ്ക് യു എത്രത്തോളമാണ് നമ്മുടെ ലൈഫിൽ ഹെൽപ്ഫുൾ ആണെന്നുള്ള കാര്യം. സോ ഇപ്പം നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നും അല്ലെങ്കിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി ഞാൻ പറയാൻ പോണ കാര്യം എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാം, അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം, ഈവൻ ഹാർഡ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഇത് നമുക്ക് കുറച്ച് പോയിന്റ്സിലൂടെ പറഞ്ഞു പോകാം. അതിൽ ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നടന്ന നല്ല കാര്യങ്ങൾ ഒരു 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കിടക്കണേ മുന്നേ ഒരു ബുക്കിൽ എഴുതുക. ബുക്കിൽ എഴുതാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കണ മുന്നേ തന്നെ നമ്മളെ മൈൻഡിൽ നിന്ന് അതൊക്കെ ഓർക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് താങ്ക്ഫുൾ ആകുക അല്ലെങ്കിൽ അതിന് ഗ്രേറ്റ്ഫുൾ ആവുക. ഞാൻ ഈ എഴുതാൻ പറഞ്ഞ 3 കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ ലൈഫിലുണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹാപ്പിനെസ്സും നമുക്ക് ഇതിൽ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡേ ഇപ്പോൾ ഒരു ബാഡ് ഡേ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ബാഡ് ഡേയിൽ ചെറിയ ചെറിയ മൂമെൻറ്റ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് തോന്നിയതും ഹാപ്പി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തതും ആ ഒരു കാര്യങ്ങളും അതിലെഴുതുക. ഇനി 30 ദിവസം നമ്മൾ ഈ ഒരു ജേണൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ കൂടുതലും നേരത്തെ നമുക്ക് ഇല്ലാത്ത കാര്യത്തിനെ കുറിച്ച് കംപ്ലയിൻസ് പറയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് നമുക്കുള്ള ബ്ലെസ്സിങ്സ് നമ്മൾ കൂടുതലും കാണാനായിട്ട് തുടങ്ങും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്ത് കഴിഞ്ഞാൽ.
സോ ദി സെക്കൻഡ് പോയിന്റ്, എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു പീപ്പിൾസ്. നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്ത് എപ്പോഴാണ് അവസാനമായിട്ട് താങ്ക് യു പറഞ്ഞത്? ഈ താങ്ക് യു എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബൈക്ക് മേടിച്ചെന്നാൽ താങ്ക് യു പറഞ്ഞ പോലെയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാർ മേടിച്ചെന്നാൽ താങ്ക് യു പറഞ്ഞ പോലെയല്ല. അവർ ഇത്ര നാൾ നിങ്ങൾക്ക് തന്ന ലൈഫിനും ഇത്ര നാൾ അവർ നിങ്ങൾക്ക് തന്ന ഒരു പ്രൊട്ടക്ഷനും വേണ്ടി നിങ്ങൾ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ നമുക്ക് താങ്ക് യു പറയാനായിട്ട് വലിയ റീസൺസ് ഒന്നും വേണ്ട. നമുക്കിപ്പോൾ ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ സേ താങ്ക് യു, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾ ഒരു ഡോർ തുറന്നു തന്നാൽ നമുക്ക് കയറാനായിട്ട് സേ താങ്ക് യു. ബിക്കോസ് അവർ ഈ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തു തന്നെയൊന്നും ഒരു നിർബന്ധവുമില്ല. എന്നിട്ടും അവർ ഈ ഒരു കെയറിങ്ങും ആ ഒരു അഡ്വാൻറ്റേജും നമ്മുടെ അടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ജസ്റ്റ് ഒരു താങ്ക് യു പറയാം. ഈ ഒരു താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും ചെറുതായും പോകില്ല, നമ്മൾ ആരും ആരുടെ മുമ്പിൽ താന്നും പോകില്ല. സോ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ ലൈഫ്. സോ ദി ലാസ്റ്റ് പോയിന്റ്, മേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എ ഡെയിലി ഹാബിറ്റ്. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും ഫോർ ദാറ്റ് ഡേ. കാരണം നമ്മൾ ആ ഒരു ദിവസം എണീക്കുമ്പോൾ കുറേ പേര് ആ ദിവസം മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ പേരുടെ ജീവൻ ആ ഒരു ദിവസം തന്നെ പോകുന്നുണ്ട്. സോ നമ്മൾ ആ ഒരു ദിവസം ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് എണീക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ബ്ലെസ്സിങ്സ് ആണ്. സോ മോർണിംഗ് തന്നെ എപ്പോഴും നമ്മൾ ആ ഒരു ഡേ ഗ്രേറ്റ്ഫുൾ ആവുക. സോ മോർണിംഗ് തന്നെ നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ഡേ. പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാനും ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ കിടക്കുമ്പോൾ രാത്രി പറയാറുള്ള കാര്യമാണ് താങ്ക് യു ഫോർ ദിസ് ഡേ. ഇപ്പോൾ ആ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, താങ്ക് യു ഫോർ ദിസ് പ്രൊഡക്റ്റീവ് ഡേ. ഇങ്ങനെ നമ്മൾ രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. സോ ഇനിയും ലൈഫിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കാണ്ട് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ആ ഇല്ലാത്ത കാര്യങ്ങളെ പോയി ചേസ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് ഗ്രേറ്റ്ഫുൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് എന്നും മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി എപ്പോഴും കംപ്ലയിൻറ്റ്സ് പറയുന്നതിന് പകരം നമ്മുടെ സറൗണ്ടിങ്സിലേക്കൊന്ന് നോക്കുക, എത്രത്തോളം അഡ്വാൻറ്റേജസും ബ്ലെസ്സിങ്സും ആണ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എന്നുള്ള കാര്യം നോക്കുക, അതിന് ഗ്രേറ്റ്ഫുൾ ആവുക. ദാറ്റ്സ് ഓൾ.